വൈദിക അൽമായ കൂട്ടായ്മ ഒരു പടി താഴേക്കിറങ്ങി. ജൂലൈ 3 മുതൽ ഏകീകൃത കുർബാനയെയും സ്വീകരിക്കുവാൻ വൈദിക അൽമായ സമൂഹം മനസ്സുവെച്ചതിൽ പലർക്കും പല വ്യാഖ്യാനങ്ങൾ ഉണ്ടാകും. വ്യക്തിപരമായി എനിക്ക് തോന്നിയത് 60 വർഷമായി യാത്ര ചെയ്യുന്ന വഴിയിൽ ഒരു സ്റ്റെപ്പ് മാത്രം പിറകോട്ട് വയ്ക്കുന്ന അനുഭവം തന്നെയാണിത്. രണ്ടാം വത്തിക്കാൻ കൗൺസിലിന്റെ നവീകരണ ചൈതന്യം നെഞ്ചിലേറ്റി ജനാഭിമുഖ കുർബാനയിലൂടെ മുന്നോട്ടുള്ള യാത്രയായിരുന്നു ഇതുവരെ. വൈദികനോടൊത്ത് രാജകീയ പുരോഹിത ഗണമായ അൽമായരും ഒരേ ഹൃദയത്തോടെ സജീവമായി ഗാഗുൽത്തായിലെ പരമയാഗത്തിൽ പങ്കുചേരുന്ന സ്വർഗീയ നിമിഷമാണ് ജനാഭിമുഖ കുർബാന. അതുകൊണ്ട് തന്നെ ഈ രീതി നിലനിർത്തുവാൻ മഹറോനല്ല, അതിലും വലിയ ശിക്ഷ കൽപ്പിച്ചാലും സ്വീകരിക്കുവാൻ അതിരൂപതയിലെ ബഹുഭൂരിപക്ഷം വൈദികരും ഒരുക്കമായിരുന്നു. ഈ നിശ്ചയദാർഢ്യം തിരിച്ചറിയുവാൻ സിനഡിലെ ചില ക്രാന്തദർശികൾക്ക് കഴിയുകയും അവർ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാവുകയും ചെയ്തു. ജനാഭിമുഖ കുർബാന നിലനിർത്തി സർക്കുലർ വന്നു. ഇതിനോട് മാന്യമായ പ്രതികരണം ഞങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടായത് ഞങ്ങൾ സംസ്കാര സമ്പന്നരായതുകൊണ്ടാണ്. അങ്ങനെ ക്ഷണിക്കപ്പെടാത്ത അതിഥിയെ, അതായത് ഏകീകൃത രീതിയെ പൂർണ്ണ മനസ്സോടെ അല്ലെങ്കിലും ഞങ്ങൾ സ്വീകരിക്കുകയും ചെയ്തു. ആഴ്ചയിൽ ഒരിക്കൽ ഈ രീതി അവലംബിച്ചാൽ മതിയെന്ന് സിനഡ് പറയുമ്പോൾ നിരസിക്കാൻ ഞങ്ങൾക്ക് കഠിന ഹൃദയം വേണമായിരുന്നു. അതില്ല എന്ന് എല്ലാവർക്കും അറിയാം. പക്ഷേ ഞങ്ങൾക്ക് ഒരു പ്രതീക്ഷയുണ്ട്. മലയാറ്റൂർ കുരിശുമുടി കയറുമ്പോൾ ചില ജ്യേഷ്ഠ സഹോദരന്മാർ ഒരു സ്റ്റെപ്പ് താഴോട്ടിറങ്ങും. കാരണം അനുജൻ ഒപ്പം എത്തുന്നില്ല. തുടർന്ന് അവന്റെ കൈ പിടിച്ച് അവനോടൊപ്പം മുന്നോട്ട് യാത്ര ചെയ്ത് ലക്ഷ്യത്തിലെത്താൻ. ഇവിടെയും അത്രമാത്രം. ഒരു സ്റ്റെപ്പ് പടിയിറക്കത്തിന്റെ ഉദ്ദേശശുദ്ധി ഇപ്പോൾ ബോധ്യമായി കാണും. ഒരു നാൾ കത്തോലിക്ക സഭയിലെ സകലരും പരിശുദ്ധ മാർപ്പാപ്പ അർപ്പിക്കുന്ന ജനാഭിമുഖ അർപ്പണ രീതിയിലേക്ക് വരുമെന്ന പ്രത്യാശയോടെ ഞങ്ങൾ കാത്തിരിക്കുന്നു. രണ്ടാം വത്തിക്കാൻ കൗൺസിലിന്റെ ആരാധനക്രമമെന്ന കോൺസ്റ്റിറ്റ്യൂഷൻ തുടർവായനയിലൂടെ ഹൃദ്യസ്ഥമാക്കുമ്പോൾ പലർക്കും തിരിച്ചറിവുണ്ടാവുകയും അവർ യാഥാർത്ഥ്യം അംഗീകരിക്കുകയും ചെയ്യുമെന്ന് ഞങ്ങൾ കരുതുന്നു. ഈ ഒരു ചിന്തയാണ് വിട്ടുവീഴ്ചയ്ക്ക് ഞങ്ങളെ പ്രാപ്തരാക്കിയത്. എങ്കിലും മനസ്സിലാകാത്ത ഒന്നുണ്ട്. വിശ്വാസമോ ധാർമ്മികതയോ ആവശ്യപ്പെടാത്ത ഒരു അനുഷ്ഠാനത്തെ റൂബ്രിക്സ് കേന്ദ്രീകരിച്ച് യുദ്ധസമാനമായ ഒരു അന്തരീക്ഷം എന്തിന് ചിലർ സഭയിൽ വളർത്തി? നന്ദി.